അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ അൽ മുത്തഫിഫീൻ 6 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് ബാക്കി വരുന്ന കുറച്ച് ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. കല്ല കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിൽ 2 4 കൊണ്ട് നീട്ടി പാരായണം ചെയ്യാം കേട്ടോ. കല്ല ഇന്ന നൂനിന് ശ്രദ്ധ വന്നു. അക്മൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. കിതാബൽ ഫുജ്ജാർ ൻ്റെ കൂടെ അലിഫ് സ്വാഗിറ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററിൽ അത്തുകൊണ്ട് ഹാഫ് സുക്കൂൺ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ജീമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. റോക്ക് കെസ്റ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക. ലഫീ സിജ്ജീൻ ഫിൻ്റെ കൂടെ യാ മദ് വന്നു. 2 കൗണ്ട് നീട്ടുക. സിജ്ജീൻ ജീമിന് ശബ്ദം വന്നിട്ടുണ്ട്. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അവസാനത്തിൽ മദ് ആരതിൽ നിർത്തുമ്പോൾ 2 4 6 ഹർക്കത്ത് വരെ നീട്ടി നിർത്തി കൊടുക്കുക. ഓക്കെ. വമാ അദ്റാക മാ സിജ്ജീൻ. വമാ അദ്റാക വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. മീമിൻ്റെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസ വന്നു. മദ് ജായിസ് മുൻഫസിൽ 2 4 ഹർക്കത്ത് നീട്ടിപ്പാരായണം ചെയ്യുക. വമാ അദ്റാക ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. റോ ഫത്തഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. അലിഫ് സോയറയും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മാ സിജ്ജീൻ മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ജീമിന് ശ്രദ്ധ വന്നു. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അവസാനത്തിൽ മദ് ആരതിൽ നിർത്തുമ്പോൾ 2 4 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യാം കേട്ടോ. കിതാബും മർഖൂം ൻ്റെ കൂടെ അലിഫ് സഗീറ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ബാഇന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇതാം ബെഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഉണ്ണയോട് കൂടി ഓതി കൊടുക്കുക. റ കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ് തഫ്രീം ചെയ്തിട്ട് ഉച്ചരിക്കുക. അവസാനത്തിൽ മദ് ആരതിൽ നിർത്തുമ്പോൾ 2 4 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യും. ഓക്കെ. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. വൈലുൻ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമിന് ഗൊമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇതാം ബെഉന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. തെൻവീനിനെ യായിലേക്ക് ലയിപ്പിച്ചിട്ട് ഉണ്ണയോട് കൂടി ഒതി കൊടുക്കുക കേട്ടോ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ ഹംസയെ ക്ലിയർ ആക്കി കൊടുക്കണേ. അഖ്സൽ ഹൽക്കാണ് ഹംസയുടെ മഖ്റജ്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ദാലിന് കെസ്റ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇതാം ബിലാഉന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിനെ ലാമിലേക്ക് ലയിപ്പിച്ചിട്ട് ഉണ്ണയില്ലാതെ ഓതി കൊടുക്കുക. ഇവിടെ തെൻവീനിനെ ശ്രദ്ധിച്ചാൽ അറിയാം. തെൻവീന് ഒരുമിച്ചല്ല നിൽക്കുന്നത്, വേറിട്ട് നിൽക്കുന്നു. ഓക്കെ. ലാമ് കൽക്കലയുടെ ലെറ്ററിലത്ത് കൊണ്ട് ഹാഫ് സുക്കൂനും കൊടുക്കുക. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ദാലിന് ശ്രദ്ധ വന്നു. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ദാല് ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഉച്ചരിക്കുക. അവസാനത്തിൽ മദ് ആരതിൽ നിർത്തുമ്പോൾ 2 4 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യാം. ഓക്കെ. അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ. അല്ലദീന ഹംസത്തുൽ വസ്ൽ ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വന്നു. പിന്നെ ഹംസത്തുൽ വസ്ലിന് ശേഷം ലാമും വന്നു. ഹംസത്തുൽ വസ്ലിന് ഫത്തഹ കൊടുത്തിട്ട് ഉച്ചരിക്കുക. ലാമിന് ശ്രദ്ധ വന്നതുകൊണ്ട് 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ദാലിന് ശേഷം യാ മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. യുകദ്ദിബൂന കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ദാലിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ബാഇന് ശേഷം വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ബിയൗമിദ്ദീൻ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ദാലിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. മദ് ആരതിൽ നിർത്തുമ്പോൾ 2 4 6 ഹർക്കത്ത് വരെ നീട്ടി നിർത്തിക്കൊടുക്കുക കേട്ടോ. വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം.
വമാ യുകദ്ദിബു വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യുകദ്ദിബു കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ദാലിന് ശബ്ദ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ദാല് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഉച്ചരിക്കുക. യുകദ്ദിബു ബിഹി ഇല്ല. ഇവിടെ ഹ ഉ വമീറിൻ്റെ ഒരു നിയമമാണ് വരുന്നത്. ഹ ഉ വമീറിന് ശേഷം മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം ഹംസയും വന്നു. അപ്പോൾ 4 5 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ബിഹി ഇല്ല മദ് സില കുബ്ര. ബിഹി ഇല്ല കുല്ലു മുഅ്തദിൻ അസീം. ലാമിന് ശബ്ദ വന്നു, 2 കൗണ്ട് 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അയിന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മുഅ്തദിൻ അസീം. ഇവിടെ ദാലിന് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള ഹംസ വന്നതുകൊണ്ട് തെൻവീനിനെ വ്യക്തമാക്കി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ തെൻവീനിനെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുമിച്ച് നിൽക്കുന്നതായിട്ട്. ഇവഹാറിൽ മാത്രമാണ് തെൻവീനുകൾ ഒരുമിച്ച് നിൽക്കുന്നത് കേട്ടോ. ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ടിൽ ഉച്ചരിക്കുക കേട്ടോ. അവസാനത്തിൽ മദ് ആരിദിൽ നിർത്തുമ്പോൾ 2 4 6 ഹർക്കത്ത് വരെ നീട്ടി നിർത്തി കൊടുക്കുക. ഓക്കെ. إذا تتلى عليه آياتنا قال أساطير الأولين. إذا تتلى ഇവിടെ ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. തുത്ല ത സുക്കൂനിലാവുമ്പോൾ കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ടിൽ വേണം ഉച്ചരിക്കാൻ കേട്ടോ. തുത്ല ലാമിൻ്റെ കൂടെ അലിഫ് സോയറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. തുത്ല അലൈഹി അനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. അലൈഹി ആയാതുന ഹൻ്റെ മഖ്റജ് എവിടെയാണ്? അഖ്സൽ ഹൽക്ക്, ഹംസയുടെ അതേ മഖ്റജാണ് ഹാഇനും, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ. അലൈഹി ആയാതുന ഹംസയ്ക്ക് ശേഷം അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യാഇന് ശേഷം അലിഫ് സോയറ വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, അവിടെയും 2 കൗണ്ട് നീട്ടുക കേട്ടോ. ആയാതുന ഖാല ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാല അസാതീറു സീനിൻ്റെ കൂടെ അലിഫ് മദ് അലിഫ് സോയറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ത്വാ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഇത്ബാഖിൻ്റെ ലെറ്ററും കൂടി ആയതുകൊണ്ട് കെസ്റയായാലും നമ്മൾ നാവിൻ്റെ ബേക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. അസാതീറു ന് ശേഷം യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റ വമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. അസാതീറുൽ അവ്വലീൻ. ലാമ കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വാവിന് ശബ്ദ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അവസാനത്തിൽ മദ് ആരിദിൽ നിർത്തുമ്പോൾ 2 4 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.